ഞാൻ അത്ര വലിയ ഗായകനൊന്നുമല്ല, പക്ഷേ എന്നേക്കാൾ വലിയ ഗാനസഹൃദയൻ ആരുമുണ്ടാകില്ല. ഇതായിരുന്നു ഭാവഗായകൻ പി ജയചന്ദ്രന്റെ പക്ഷം. എന്നാൽ അദ്ദേഹത്തിന്റെ ഗാനങ്ങളുടെ സഹൃദയരായ നമുക്ക് ഈ വേർപാടിന്റെ വേളയിൽ ഇങ്ങനെ പറയാനേ കഴിയൂ: നന്ദി, പാട്ടിനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചതിന്, മൗനം പോലും മധുരമാക്കിയതിന്. മലയാളിയുടെ കാതോരം ചേർന്നു നിൽക്കുന്ന ശബ്ദവിസ്മയത്തിന്റെ കാവ്യലോകം തീർത്ത ഏറെ പ്രിയങ്കരമായൊരു ഗാനമാണ് ശൂന്യതയിൽ തീർന്നുപോയത്. മനസ്സിന്റെ ഏതൊരു ഹൃദുഭാവത്തിലും ഇഴയടുപ്പത്തോടെ ചേർത്ത് വയ്ക്കാവുന്ന ഒരു പിടി പാട്ടുകൾ. നമ്മുടെ സന്തോഷത്തിലും സ്നേഹത്തിലും പ്രണയത്തിലും വിരഹത്തിലും ചേർത്തു നിർത്തലുകളിലും ഒഴിച്ചുകൂടാനാവാത്ത ഹൃദയത്തുടിപ്പുകൾ. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ സാഹിത്യ സമാജത്തിനു വേണ്ടി അദ്ദേഹം ഒരു പാട്ടുപാടി. പരിപാടി കഴിഞ്ഞ് അദ്ദേഹത്തിന്റെ അധ്യാപകൻ രാമനാഥൻ എല്ലാവരോടുമായി ഇങ്ങനെ പറഞ്ഞു: നമുക്ക് ഒരു ഗായകനെ കിട്ടിയിരിക്കുന്നു. ഇവിടെ തിരിച്ചറിഞ്ഞ പ്രതിഭ പിന്നീട് ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളടക്കം നിരവധി സമ്മാനങ്ങൾ നേടി. കൃഷ്ണപരുന്ത്, നഖക്ഷതങ്ങൾ, മൂന്നാം ഭാവം തുടങ്ങി സിനിമകളിൽ തൻ്റെ അഭിനയ പാടവവും അദ്ദേഹം കാഴ്ചവെച്ചു. കാലം സാക്ഷിയായി ആ സ്വരമാധുര്യം പെയ്തിറങ്ങുമ്പോൾ പാട്ടുകൾ ഏറ്റുപാടിയും വീണ്ടും പാടിയും മുളലുകളായും നാം ഓരോരുത്തരും ആ സുഹൃതത്തിൻ്റെ ഭാഗമാകുന്നു. ഓരോ പാട്ടും ആദ്യ ഗാനമെന്ന പോലെ ആശ്ചര്യത്തോടു കൂടിയും ഭാവലയങ്ങളിൽ ഊർന്നും അദ്ദേഹം പാടിയപ്പോൾ പല ജീവിതങ്ങളിലും സൗഹൃദം കൂടി ഈണമിടുകയായിരുന്നു. കർമ്മയോഗിയായും നിഷ്കളങ്കനായും അദ്ദേഹം തീർത്ത ജീവിതചര്യയിൽ തൻ്റെതായ അഭിപ്രായങ്ങളും ആശങ്കകളും എപ്പോഴും തുറന്നു പറയാനും ശ്രമിച്ചിരുന്നു. പാട്ടിൻ്റെ എട്ടുകെട്ടായ പാലിയത്ത് സ്വരൂപത്തിലെ ജയചന്ദ്രൻ ചിട്ടവട്ടങ്ങളിലൊന്നും ശ്രദ്ധിക്കാത്ത ആളാണെന്ന് തുറന്നു സമ്മതിക്കുന്നുവെങ്കിലും അദ്ദേഹം പാടിത്തെളിയിച്ച വൈഭവം വാക്കുകൾക്ക് അതീതമാണ്. അന്ന് അധ്യാപകൻ കണ്ടെത്തിയ പ്രതിഭ പിന്നീട് പ്രണയവും സാന്ത്വനവും ചേർന്ന ജയചന്ദ്രാലാപനമായി മാറിയത് MSVയിലൂടെയാണ്. 1000 ചുംബന സ്മൃതിസുമങ്ങൾ അതരത്തിൽ ചാർത്തി നീയുറങ്ങും, കേവലമർത്യ ഭാഷ കേൾക്കാത്ത കാട്ടുകുറിഞ്ഞി പൂവും ചൂടി, ഒന്നു തൊടാനുള്ളിൽ തീരാമോഹം തുടങ്ങി അദ്ദേഹം പാടിപ്പതിഞ്ഞ കാലം നാം ആസ്വദിച്ചു. കെടാത്ത പാട്ടിൻ്റെ പ്രിയഭാവങ്ങൾ സമ്മാനിച്ച് പ്രായം നമ്മിൽ മോഹം നൽകി, മറന്നിട്ടുമെന്തിനോ, എന്തേ ഇന്നും വന്നില്ല, ആരാരും കാണാതെ തുടങ്ങിയ കാലം കാതോർക്കുന്ന ഗാനങ്ങളും അദ്ദേഹം സമ്മാനിച്ചു. ഭക്തിയും പ്രണയവും തമ്മിൽ തലനാരിഴയുടെ അകലമേയുള്ളൂ എന്ന് അദ്ദേഹം നിരീക്ഷിച്ചിട്ടുണ്ട്. സംഗീതത്തിൽ അപൂർവം ചിലപ്പോൾ ഈ അകലവും ഇല്ലാതാകുന്നുവെന്നും അദ്ദേഹം പറയുന്നു. ഈ അറിവ് തന്നെ ആകണം നെയ്യാറ്റിൻ കരവാഴും കണ്ണാനിന് മുന്നിലൊരു നെയ്വിളക്കാകണം എൻ്റെ ജന്മം എന്നത് ആയിരങ്ങളെ ഭക്തിസാന്ദ്രമാക്കിയത്. വാർദ്ധക്യത്തിലും ശബ്ദത്തിൽ യുവത്വം കാത്തു സൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ ആലാപന ശൈലി, സ്വന്തം ആലാപനത്തിലൂന്നിയുള്ള സംഗീത ജീവിതം, പരസ്പര ബഹുമാനത്തോടെയുള്ള പാട്ടിലെ സമകാലികരോടുള്ള ഇഴയെടുപ്പം തുടങ്ങി പിൻതലമുറക്കാർക്കുള്ള മാതൃകയായും അദ്ദേഹം മാറുന്നു. കേട്ടുതീരാത്ത അനുരാഗഗാനം പോലെ മഞ്ഞലയിൽ മാഞ്ഞുപോയ പ്രിയ ഗായകന് പ്രണാമം. മോഹം കൊണ്ടു ഞാൻ ഇണം പൂത്തനാൾ മധു തേടിപ്പോയി ചാരേ തളിരാന്നു പൂവനങ്ങൾ. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഈണം പൂത്തനാൾ മധു തേടിപ്പോ